ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർ മെസ്സേജ് അയച്ചൊരു കാര്യമാണ് റിയാക്ഷൻ വീഡിയോ. അതായത് നമുക്ക് കൊളാബ്സ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇത്തരത്തിൽ കുറേ പേർ പറയാറുണ്ട് അവർക്ക് ഇത്തരത്തിൽ കൊളാബ്സ് എല്ലാം ചെയ്തതിന് ശേഷം റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം ലഭിച്ചു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കൊളാബ്സ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കാത്തത്? എങ്ങനെയെല്ലാം കൊളാബ്സ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുക? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്, അതിനാൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലോങ് ഫോം വീഡിയോസ് അതുപോലെ ചില ഷോർട്സ് വീഡിയോസ് ഇങ്ങനെയുള്ളതെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് താഴെയായി റിമിക്സ് എന്നൊരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ റിമിക്സ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചെറിയ, അതായത് ഏകദേശം 50 സെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ താഴെയുള്ള ചെറിയ ഒരു ഷോർട്സ് എല്ലാമാണ് നമുക്ക് ഇത്തരത്തിൽ റിയാക്ഷൻ വീഡിയോ ആയി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വശത്ത് നമ്മുടെ വീഡിയോ, അതുപോലെ ഒരു വശത്ത് നമ്മൾ ഏത് വീഡിയോ ആണോ റിമിക്സ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ ആയിരിക്കും ഓപ്പണായി വരിക. എന്നാൽ ഇത്തരത്തിൽ ഓപ്പണായി വരുന്നതിൻ്റെ ലേ ഔട്ട് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഇത് മുകളിലായി, അതുപോലെ മറ്റു വീഡിയോ താഴെയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഇത് സൈഡിലായി, അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു വശത്ത് നിങ്ങളുടെ വീഡിയോ, അതുപോലെ ഒരു പോർഷനിൽ ഇത് നിങ്ങൾ റിമിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഇതാണ് വരുന്നത്. എന്നാൽ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എത്ര സെക്കൻഡാണ്, 15 സെക്കൻഡ് ആണെങ്കിൽ 15 സെക്കൻഡ് എന്ന് സെലക്ട് ചെയ്ത്, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം 1 മിനിറ്റിൽ കുറഞ്ഞ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ റിയാക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ എത്തരത്തിലാണ് ആ ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ കൊടുക്കുന്നത് എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. നിങ്ങൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് അത് കണ്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഒന്നുമില്ല, നിങ്ങൾ ഇതുപോലെ നോക്കിയിരിക്കുന്നു, ജസ്റ്റ് ചെറിയ സ്മൈലെല്ലാം കൊടുക്കുന്നു, ഇതുകൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായ നല്ലൊരു എക്സ്പ്രഷൻ എല്ലാം അതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങളുടെ റിയാക്ഷൻ, അതായത് നിങ്ങളുടെ ഫേസിലെ എക്സ്പ്രഷൻ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ ആളുകൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് റിയാക്ഷൻ എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ഇതിന് ഇമ്പോർട്ടൻസ് എല്ലാം കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒരു സൈഡിൽ ഒരു വീഡിയോ എടുത്ത് റിമിക്സ് ചെയ്തു, അതിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു എഫക്റ്റ് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായ വാല്യൂ ഒന്നും നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ വീഡിയോ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ, അതുപോലെ നല്ല എക്സ്പ്രഷൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിലെല്ലാം വീഡിയോ ചെയ്ത് ഒരു വാല്യൂ എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് അത് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പലർക്കും ഈ ഒരു അബദ്ധം വരുന്നത് അവർ അവരുടേതായ കോൺട്രിബ്യൂഷൻ അധികം ആഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതിനാൽ തന്നെയാണ് ഇവിടെ റീയൂസ്ഡ് കണ്ടന്റ് എന്നെല്ലാം വരുന്നത്. അതായത് നമ്മൾ റിമിക്സ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസിൽ മാത്രമാണ് ആ വീഡിയോ ഇത് മറ്റുള്ളവരിലേക്ക് പോകുന്നത്. അതായത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അവിടെ വ്യക്തമല്ല എങ്കിൽ ആ ഒരു ചാനലിന് അത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് അത് അധികം സക്സസ് ആവുകയില്ല, അല്ലെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ ലഭിക്കുകയില്ല. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്ത് ഇത്തരത്തിൽ റിയാക്ഷൻ എല്ലാം കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്